ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ 2-ലെ പാർട്ട് 2 വീഡിയോ ആണ്. അത് പ്രധാനമായിട്ടും സ്റ്റോഴ്സ് കൺട്രോളിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെറ്റീരിയൽ കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. മെറ്റീരിയൽ കൺട്രോളിൻ്റെ പ്രധാനപ്പെട്ട സ്റ്റേജസ് അതിൽ പർച്ചേസ് കൺട്രോൾ ഉണ്ട്, സ്റ്റോഴ്സ് കൺട്രോൾ ഉണ്ട്, ദെൻ ലാസ്റ്റ് വൺ മെറ്റീരിയൽ പ്രൈസിംഗ് ആണ്. Then purchase control നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. Then the second stage is that stores control. Okay, there may be a time lag between purchase and usage of material. For effecting proper stores control, there should be a mechanism for storing or upkeeping the materials during the period. Okay, നമുക്കറിയാം ഒരു മെറ്റീരിയൽ പ്രൊക്യൂർ ചെയ്ത് അറ്റ് എ ടൈമിൽ തന്നെ നമ്മൾ ഒരിക്കലും അത് യൂട്ടിലൈസ് ചെയ്യുകയില്ല. ഓക്കെ, ചെറിയൊരു ടൈം ലാഗ് നമുക്ക് വേണ്ടി വരും. അപ്പം ഇവിടെയാണ് ഈ മെറ്റീരിയലിൻ്റെ ആ ഒരു റിക്വയർമെൻറ്റ്സിന് ആവശ്യമായിട്ട് മെറ്റീരിയൽ പ്രൊക്യൂർ ചെയ്തിട്ട് അത് പ്രൊഡക്ഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു സമയം വരെ ആ മെറ്റീരിയലിനെ പ്രോപ്പറായിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യണം. അപ്പോൾ ഇവിടെയാണ് സ്റ്റോർസ് കൺട്രോൾ എന്ന് പറഞ്ഞ ഒരു മെക്കാനിസം നമ്മൾ പ്രധാനമായിട്ടും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. For effecting the proper stores control, there should be a mechanism for storing or upkeeping the material during this period. The storage of material is considered one of the important steps involved in cost control. അപ്പോൾ അതുകൊണ്ട് തന്നെ കോസ്റ്റ് കൺട്രോളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേജസ് ആയിട്ട് തന്നെ നമുക്ക് സ്റ്റോഴ്സ് കൺട്രോളിനെ പറയാനായിട്ട് സാധിക്കും. ദെൻ സ്റ്റോർ ഈസ് എ പ്ലേസ് വെയർ ദി വേരിയസ് ഐറ്റം ഓഫ് മെറ്റീരിയൽസ് ആർ കെപ്റ്റ് സേഫ്ലി ടിൽ ദേ ആർ ഇഷ്യൂഡ് ടു പ്രൊഡക്ഷൻ. ഓക്കെ, സ്റ്റോഴ്സ് കൺട്രോൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഒരു പ്രൊഡക്ഷൻ്റെ സമയത്ത് അതിൻ്റെ റിക്വയർമെൻറ്റ്സിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ റെഡിലി അവൈലബിൾ ആക്കുക, അത് വളരെ പ്രോപ്പറായിട്ട് സേഫ്റ്റിയിലും ആ മെറ്റീരിയൽസിനെ അതിൻ്റെ ക്വാളിറ്റി ഒന്നും നഷ്ടപ്പെടാതെ തന്നെ പ്രൊഡക്ഷൻ ലഭ്യമാക്കുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട പ്രക്രിയയാണ് സ്റ്റോഴ്സ് കൺട്രോളിലൂടെ പ്രധാനമായിട്ടും അത് ഫോക്കസ് ചെയ്യുന്നൊരു കാര്യം. ഓക്കെ, ദെൻ types of stores. Then the size, nature and financial position of the factory will determine the type of stores to be used. Mainly 3 types of stores. First one centralized stores, then second one decentralized stores, and third one centralized stores with the sub stores. Okay, ഇങ്ങനെ ഓർഗനൈസേഷനിലെ അതിൻ്റെ നേച്ചറിൻ്റെ ആനുപാതികമായിട്ട് പ്രധാനമായിട്ടും 3 തരത്തിലുള്ള സ്റ്റോഴ്സായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. സെൻട്രലൈസ്ഡ് സ്റ്റോഴ്സ്, ഡീസെൻട്രലൈസ്ഡ് സ്റ്റോഴ്സ്, ദെൻ സെൻട്രലൈസ്ഡ് സ്റ്റോഴ്സ് വിത്ത് സബ് സ്റ്റോഴ്സ്. ഓക്കെ, ദെൻ ഫസ്റ്റ് വൺ സെൻട്രലൈസ്ഡ് സ്റ്റോഴ്സ്. In the case of centralized stores, the materials are received by and issued from one stores department located at a central place. ഓക്കെ, സെൻട്രലൈസ്ഡ് സ്റ്റോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഒരു ഓർഗനൈസേഷനിൽ ഒരു സെൻട്രൽ പ്ലേസിൽ തന്നെ ലൊക്കേറ്റ് ചെയ്ത് ഒരു ഓർഗനൈസേഷനിൽ കേന്ദ്രീകൃതമായിട്ട് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഫംഗ്ഷൻ ഫോക്കസ് ചെയ്യുകയും അതിൽ നിന്ന് മാത്രമായിട്ട് മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യുകയും ചെയ്യുന്ന ഒരു കേന്ദ്രീകൃത സമ്പ്രദായത്തെയാണ് നമ്മൾ സെൻട്രലൈസ്ഡ് സ്റ്റോഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ ഓൾ ഐറ്റം ഓഫ് മെറ്റീരിയൽസ് ആർ പർച്ചേസ്ഡ് ഫ്രം ദി എൻറ്റയർ കൺസേൺ സ്റ്റോഴ്സ് ഈ സെൻട്രലൈസ്ഡ് സ്റ്റോർ ആൻഡ് ഇഷ്യൂഡ് ടു ഓൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഫ്രം ദി സ്റ്റോഴ്സ്. ഓക്കെ, ഒരു ഓർഗനൈസേഷനിൽ വേണ്ട എല്ലാ മെറ്റീരിയലും പർച്ചേസ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മാത്രമേ മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യുകയുള്ളൂ. ഓക്കെ, then the advantage of centralized stores is that better supervision of store is possible. ഓക്കെ, നമുക്ക് ഏറ്റവും കൃത്യമായിട്ട് തന്നെ മോണിറ്റർ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ബെറ്റർ ലേഔട്ട് ഓഫ് സ്റ്റോർ ഈസ് പോസിബിൾ. ഓക്കെ, ഓർഗനൈസേഷൻ്റെ പ്രോപ്പർ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ഇക്കോണമി ഇൻ സ്റ്റാഫ്, സ്റ്റേഷനറി ആൻഡ് അതർ കോസ്റ്റ്. ഓക്കെ, സ്റ്റോഴ്സ് കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സെൻട്രലൈസ്ഡ് സ്റ്റോഴ്സിലേക്ക് വരുമ്പോൾ നമുക്ക് വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ സ്റ്റോക്ക് ഈസ് മിനിമൈസ്ഡ്. ഓക്കെ, പ്രോപ്പറായിട്ട് നമുക്ക് മോണിറ്റർ ചെയ്യുന്ന വഴി നമുക്ക് സ്റ്റോക്കിൽ ഓവറായിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് മിനിമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ഫിസിക്കൽ വെരിഫിക്കേഷൻ ഈസ് മോർ സിമ്പിൾ. ഓക്കെ, കൃത്യമായിട്ടും സ്റ്റോക്ക് വെരിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ലെസ് സ്പേസ് ഈസ് റിക്വയർഡ് ആസ് മിനിമം ക്വാണ്ടിറ്റി ഓഫ് സ്റ്റോർസ് ആർ കെപ്റ്റ്. ഓക്കെ, നമുക്ക് ഏറ്റവും ഇക്കണോമിക് വേയിൽ മെറ്റീരിയൽ സ്റ്റോർ ചെയ്യുന്ന കാരണം നമുക്ക് വളരെ കൃത്യമായിട്ട് തന്നെ ഒരു ചെറിയ സ്പേസിൽ തന്നെ ഇത് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് സെൻട്രലൈസ്ഡ് സ്റ്റോഴ്സിൻ്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ്. ദെൻ ഡീസെൻട്രലൈസ്ഡ് സ്റ്റോഴ്സ്. ഓക്കെ, and in this type of stores each department has its own stores. ഡീസെൻട്രലൈസ്ഡ് സ്റ്റോഴ്സിലേക്ക് വരുമ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും അവരുടേതായ സ്വന്തം നിലയ്ക്ക് ഉള്ള സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് നിയറസ്റ്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനോടൊപ്പം തന്നെ ലൊക്കേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സ്റ്റോഴ്സിനെയാണ് ഡീസെൻട്രലൈസ്ഡ് സ്റ്റോഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ മെറ്റീരിയൽസ് ആർ റിക്വയർഡ് ബൈ ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് പർച്ചേസ്ഡ് ബൈ ദി റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് അറേഞ്ച്മെൻറ്റ്സ് ആർ മെയ്ഡ് ടു ഇഷ്യൂ മെറ്റീരിയൽസ് ആസ് പെർ ദി റിക്വയർമെൻറ്റ്സ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, ഓരോ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനോടനുബന്ധിച്ച്
അതിൻ്റെ ഒരു സബ്സിഡറി എന്ന നിലയ്ക്ക് സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ട് ആ മെറ്റീരിയലിൻ്റെ പ്രൊക്യൂർമെൻറ്റും അതോടൊപ്പം തന്നെ അതിൻ്റെ സ്റ്റോറിങ്ങും ഒക്കെ നിയറസ്റ്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനടുത്ത് നമ്മൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ടൈപ്പ് ഓഫ് സ്റ്റോഴ്സിനെയാണ് ഡീസെൻട്രലൈസ്ഡ് സ്റ്റോഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ തേർഡ് വൺ സെൻട്രൽ സ്റ്റോഴ്സ് വിത്ത് സബ് സ്റ്റോഴ്സ്. ഓക്കെ, ഇതിന് പറയുന്ന മറ്റൊരു പേരാണ് ഇംപ്രസ്ഡ് സിസ്റ്റം എന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, it is a composition of both centralized and decentralized stores in big factories where production departments are situated at a distance from the central stores. The sub-stores established near the production department in order to minimize the material handling charges. Okay, സെൻട്രൽ സ്റ്റോഴ്സ് വിത്ത് സബ് സ്റ്റോഴ്സിന് പറയുന്ന മറ്റൊരു പേരാണ് ഇംപ്രസ്ഡ് സിസ്റ്റം എന്ന് പറയും. ദിസ് എ കോമ്പോസിഷൻ ഓഫ് ഡീസെൻട്രലൈസ്ഡ് സ്റ്റോഴ്സ് ആൻഡ് സെൻട്രലൈസ്ഡ് സ്റ്റോഴ്സ്. ഓക്കെ, സെൻട്രലൈസ്ഡ് സ്റ്റോഴ്സിൻ്റെയും ഡീസെൻട്രലൈസ്ഡ് സ്റ്റോഴ്സിൻ്റെയും ഒരു കോമ്പോസിഷൻ എന്ന് പറയാനായിട്ട് സാധിക്കും. ഒരു ഓർഗനൈസേഷനിൽ ഒരു സെൻട്രൽ സ്റ്റോർ കാണും. ദെൻ അവിടെ നിന്ന് മെറ്റീരിയൽ ഒരു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഡിലേ ഒന്നും ഇല്ലാതെ തന്നെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യുന്നതിന് വേണ്ടി ഓരോ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെയും അടുത്തായിട്ട് ഒരു സബ് സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് ആ സെൻട്രൽ സ്റ്റോറിൽ നിന്നും ആ സബ് സിസ്റ്റത്തിലേക്ക് മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യുകയും അതുവഴി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് മെറ്റീരിയൽ ആവശ്യമാകുന്ന സമയത്ത് അവർക്ക് ആ മെറ്റീരിയൽ ലഭ്യമാക്കുകയും ചെയ്യുന്ന ഒരു മെത്തേഡ് ഓഫ് സ്റ്റോഴ്സിനെയാണ് സെൻട്രൽ സ്റ്റോഴ്സ് വിത്ത് സബ് സ്റ്റോഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സിസ്റ്റത്തിൽ പ്രധാനമായിട്ടും സെൻട്രൽ സ്റ്റോഴ്സും ഉണ്ടാവും, അതോടൊപ്പം തന്നെ വിവിധ തരത്തിലുള്ള സബ് സ്റ്റോഴ്സും ഓർഗനൈസേഷൻ്റെ വിവിധ മേഖലകളിലായിട്ട് ഓരോ തരത്തിലുള്ള സബ് സ്റ്റോഴ്സും ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഓഫ് സിസ്റ്റമാണ് സെൻട്രൽ സ്റ്റോഴ്സ് വിത്ത് സബ് സ്റ്റോഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ storekeeper or store manager. Okay, storekeeper is responsible for proper upkeep of different item of material. He has find the appropriate place for each component of material. Okay, ഒരു ഓർഗനൈസേഷനിലെ മെറ്റീരിയൽസിനെ പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്യുകയും അതിനെ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്ന അതോറിറ്റേറ്റീവ് റെസ്പോൺസിബിൾ പേഴ്സൺ എന്ന് പറയുന്ന പേരാണ് സ്റ്റോർ കീപ്പർ ഓർ സ്റ്റോർ മാനേജർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, then duties and responsibilities or functions of storekeeper. Okay, then first one, receive the material into the store after proper verification. Okay, കൃത്യമായിട്ടും മെറ്റീരിയൽസിനൊക്കെ പർച്ചേസ് ചെയ്യുന്ന മെറ്റീരിയൽസിനെ പ്രോപ്പറായിട്ട് റിസീവ് ചെയ്യുന്ന മെറ്റീരിയലിനെ കൃത്യമായിട്ടും അതിൻ്റെ സ്പെസിഫിക്കേഷൻ ആനുപാതികമായിട്ട് വെരിഫൈയും ചെയ്യുക എന്നുള്ളതാണ് ഒരു സ്റ്റോർ കീപ്പറിൻ്റെ ഒന്നാമത്തെ ഫംഗ്ഷൻ. ദെൻ സെക്കൻഡ് വൺ, ക്ലാസിഫൈ ദി മെറ്റീരിയൽ അക്കോർഡിംഗ് ടു ദെയർ സൈസ്, ഷേപ്പ്, ക്വാളിറ്റി, നേച്ചർ ആൻഡ് ക്വാണ്ടിറ്റി. ഓക്കെ, നമുക്ക് ലഭിക്കുന്ന മെറ്റീരിയൽസിനെ അതിൻ്റെ നേച്ചറിൻ്റെ ബേസിൽ, ക്വാളിറ്റിയുടെ ബേസിൽ, ക്വാണ്ടിറ്റിയുടെ ബേസിൽ ഇങ്ങനെ ഡിഫറൻറ്റ് ക്രൈറ്റീരിയാസിൻ്റെ ബേസിൽ ആ മെറ്റീരിയലിനെ ക്ലാസിഫൈ ചെയ്ത് സൂക്ഷിക്കുക. ദെൻ തേർഡ് വൺ, ഫൈൻഡ് എ പ്ലേസ് ഫോർ കീപ്പിംഗ് ഈച്ച് ഐറ്റം ഓഫ് മെറ്റീരിയൽ. ഓരോ ഐറ്റം ഓഫ് മെറ്റീരിയലിനും അത് സൂക്ഷിച്ചു വെക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ആഡിക്വേറ്റ് സ്പേസ് കൃത്യമായിട്ടും കണ്ടെത്തുക, അതിനെ സൂക്ഷിച്ചു വെക്കുക. ദെൻ ഫോർത്ത് വൺ, ഫിക്സ് ദ ഡിഫറൻറ്റ് സ്റ്റോക്ക് ലെവൽസ് ഓഫ് മെറ്റീരിയൽസ്. ഓക്കെ, ഓർഗനൈസേഷനിൽ ഒരു മെറ്റീരിയൽസിൻ്റെ അതിൻ്റെ ലഭ്യത, അവൈലബിലിറ്റിയുടെ ബേസിൽ ഓരോ സ്റ്റോക്ക് ലെവൽസും ആയിട്ട് കൃത്യമായിട്ടും മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, ദെൻ മെയിൻറ്റെയിൻ ദി സ്റ്റോഴ്സ് ഈസ് റിക്വയർഡ്സ്. ഓക്കെ, ഓരോ മെറ്റീരിയലും സൂക്ഷിച്ചു വെക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സ്പേസ്, അതിന് അഡിക്വേറ്റുള്ള സ്പേസ് കൃത്യമായിട്ടും അനലൈസ് ചെയ്യുക. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഒരു ഓർഗനൈസേഷനിലെ സ്റ്റോഴ്സ് കീപ്പറിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ്. ഓക്കെ, then the next concept is that economic order quantity. Okay, economic order quantity. Then economic order quantity refers to that quantity of material to be purchased at one time to optimize the cost thereon. ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ മെറ്റീരിയൽ പ്രൊക്യൂർമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും അധികം ഡിസ്കസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. ഓക്കെ, ദെൻ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി റെഫേഴ്സ് ടു ദാറ്റ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ടു ബി പർച്ചേസ്ഡ് അറ്റ് വൺ ടൈം ടു ഒപ്റ്റിമൈസ് ദി കോസ്റ്റ് ദെയറോൺ. ഓക്കെ, ഒരു ഇക്കണോമിക് വേയിൽ നമ്മുടെ വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഒരു മെറ്റീരിയൽ ഏറ്റവും എഫക്റ്റീവായിട്ട് പർച്ചേസ് ചെയ്യുന്ന ലെവലിനെയാണ് നമ്മൾ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ അറ്റ് ദി പർച്ചേസ് ഓഫ് ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ദ ടോട്ടൽ ഓർഡറിംഗ് കോസ്റ്റ് ആൻഡ് ക്യാരിങ് കോസ്റ്റ് വിൽ ബി ലോവസ്റ്റ്. ഓക്കെ, ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി പ്രധാനമായിട്ട് കൺസിഡർ ചെയ്യുന്ന രണ്ട് എലമെൻറ്റ് ഓഫ് കോസ്റ്റാണ് ഓർഡറിംഗ് കോസ്റ്റ് ആൻഡ് ക്യാരിങ് കോസ്റ്റ്. ഓക്കെ, അപ്പം ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഈ ഓർഡറിംഗ് കോസ്റ്റും ക്യാരിങ് കോസ്റ്റും ഏറ്റവും മിനിമം ലോവസ്റ്റ് ലെവലിൽ നമുക്കൊരു മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്ന ആ ഇക്കണോമിക് ലെവലിനെയാണ് ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ ദ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഈസ് ഡിഫറെൻറ്റ് നെയിംസ് ലൈക്ക്
optimum quantity, then economic lot quantity, then ideal quantity or ordering quantity. Okay, economic order quantity പല പേരിൽ അറിയപ്പെടും. ഒന്ന് ഒപ്റ്റിമം ക്വാണ്ടിറ്റി എന്നും ഇക്കണോമിക് ലോട്ട് ക്വാണ്ടിറ്റി എന്നും ഐഡിയൽ ക്വാണ്ടിറ്റി എന്നും ഓർഡറിംഗ് ക്വാണ്ടിറ്റി എന്നും പറയാനായിട്ട് സാധിക്കും. ചുരുക്കം പറഞ്ഞാൽ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി മെയിൻലി ഫോക്കസിങ് ഓൺ ടു പർച്ചേസിങ് മെറ്റീരിയൽസ് അറ്റ് വെരി കോസ്റ്റ് എഫക്റ്റീവ് വേ. That means ordering cost and inventory carrying cost is minimum lowest level. ഓക്കെ, ഒരു പ്രോഡക്റ്റ് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് പർച്ചേസ് ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ ലെവലിനെയാണ് നമ്മൾ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ബേസിക്കലി 2 elements ഇൻവോൾവ്ഡ് ഇൻ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി: ഓർഡറിംഗ് കോസ്റ്റ് ആൻഡ് ഇൻവെന്ററി ക്യാരിങ് കോസ്റ്റ്. ഓക്കെ, then the ordering cost are those costs incurred each time an order for the purchase of material is placed at the express or rupee or cost per order. ഓക്കെ, ഒരു ഓർഡർ ഒരു മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഒരു ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന കോസ്റ്റിനെയാണ് നമ്മൾ ഓർഡർ കോസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സാധാരണഗതിയിൽ ഓർഡർ കോസ്റ്റ് നമ്മൾ റുപ്പീസ് വൈസിലും അതുപോലെ കോസ്റ്റ് പെർ ഓർഡർ വൈസിലും നമുക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ the second element is that inventory carrying cost. Okay, inventory carrying cost is also known as holding cost. It is the cost incurred on carrying or storing or maintaining the inventory. Okay, ഒരു മെറ്റീരിയൽസ് അത് ഹാൻഡിൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് ഹോൾഡ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ആ മെറ്റീരിയൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോഴും ഉണ്ടാകാവുന്ന കോസ്റ്റുകളെയാണ് ഇൻവെൻറ്ററി ക്യാരിയിങ് കോസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, additional money locked up to inventory obsolescence, storage space, rent and this cost of stores operation etc. and components of carrying cost. ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചോളം നമ്മൾ ആ സ്റ്റോറേജ് സ്പേസ് നോക്കുന്ന റെൻറ്റ്, അതുപോലെ തന്നെ അത് സൂക്ഷിച്ച് വെക്കുമ്പോൾ ഉണ്ടാകാവുന്ന എല്ലാ കോസ്റ്റുകളും, ഓക്കെ, അത് ക്യാരി ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന എല്ലാ കോസ്റ്റുകളെയും നമുക്ക് ഇൻവെൻറ്ററി ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി പ്രധാനമായിട്ട് 2 കോസ്റ്റാണ്, 2 എലമെൻ്റാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഒന്ന് ഓർഡറിംഗ് കോസ്റ്റ് ആൻഡ് ഇൻവെൻറ്ററി ക്യാരിയിങ് കോസ്റ്റ്. ഓക്കെ, then the determination of economic order quantity using the following formula: the economic order quantity is equal to root of 2CO divided by I. ഓക്കെ, നമ്മൾ മാത്തമാറ്റിക്കലി നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഈസ് ഇക്വൽ ടു റൂട്ട് ഓഫ് 2CO ഡിവൈഡഡ് ബൈ I. ഓക്കെ, then where the element is the C is equal to then consumption of the material per annum. ഓക്കെ, ഒരു മെറ്റീരിയൽ നമ്മൾ ഉപയോഗിക്കുന്ന കൺസംഷനെയാണ് C എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. then R is equal to ഓർഡറിംഗ് കോസ്റ്റ് പെർ ഓർഡർ. ഓക്കെ, ഒരു ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകാവുന്ന കോസ്റ്റിനെയാണ് ആ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ I is equal to ഇൻവെൻറ്ററി ക്യാരിയിങ് കോസ്റ്റ് ഓഫ് പെർ യൂണിറ്റ് പെർ ആനം. ഓക്കെ, നമുക്ക് ഒരു മെറ്റീരിയൽ ഹെൽഡ് ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു യൂണിറ്റിന് ഒരു മെറ്റീരിയൽ ഹെൽഡ് ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന കോസ്റ്റിനെയാണ് ഇൻവെൻറ്ററി ക്യാരിയിങ് കോസ്റ്റ് ഓഫ് പെർ യൂണിറ്റ് പെർ ആനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ മാത്തമാറ്റിക്കലി ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഈസ് ഇക്വൽ ടു root of 2CO divided by I. The 2 is common factor, then C is equal to consumption of the material per annum, then R is equal to ordering cost per order, and I is equal to inventory carrying cost of per unit per annum. Okay, then നമുക്ക് ഒരു പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. Then calculate economic order quantity from the following information: consumption of the material per annum 6,000 units, then ordering cost per order rupees 15 per order, then cost per unit rupees 2.50, then inventory carrying cost 20% of average inventory. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്കിത് ഒന്ന് സോൾവ് ചെയ്യാം. ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുന്നതിൻ്റെ ഇക്വേഷൻ റൂട്ട് ഓഫ് 2CO ഡിവൈഡ് ബൈ I. ഓക്കെ, ഓരോ ഫാക്ടേഴ്സും നമുക്ക് എടുത്തെഴുതാം. Here C is equal to consumption of material per annum. നമുക്ക് ഓൾറെഡി ക്വസ്റ്റൻ തന്നിട്ടുണ്ട്. 6000 യൂണിറ്റ്സ് ആണ് നമ്മുടെ കൺസംഷനായിട്ട് നമുക്ക് തന്നിരിക്കുന്നത്. ദെൻ ഓർഡറിംഗ് കോസ്റ്റ് പെർ ഓർഡർ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട് റുപ്പീസ് 15 പെർ ഓർഡർ. ഓക്കെ, ഒരു ഓർഡറിന് 15 രൂപയാണ്. ഓക്കെ, ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് അടുത്തത് നമുക്ക് വേണ്ടത് I, ഇൻവെൻറ്ററി ക്യാരിയിങ് കോസ്റ്റ് പെർ യൂണിറ്റ് പെർ ആനം. ഇൻവെൻറ്ററി ക്യാരിയിങ് കോസ്റ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നോക്കുക,
നമുക്ക് ടോട്ടൽ കോസ്റ്റ് ഒരു യൂണിറ്റിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 2 രൂപ 50 പൈസയാണ്. ഓക്കെ, നമുക്കിവിടെ തന്നിരിക്കുന്നത് ഇൻവെൻ്ററി ക്യാരിയിങ് കോസ്റ്റ് 20% ഓഫ് ആവറേജ് ഇൻവെൻ്ററി. ഓക്കെ, നമ്മുടെ കോസ്റ്റിൻ്റെ 20% ഇൻവെൻ്ററി ക്യാരിയിങ് കോസ്റ്റായിട്ട് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഒരു യൂണിറ്റ് നമുക്ക് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി ഉണ്ടായിരിക്കുന്ന കോസ്റ്റ് നമുക്കിവിടെ തന്നിട്ടുണ്ട് 2 രൂപ 50 പൈസ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻവെൻ്ററി ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആവറേജ് ഇൻവെൻ്ററിയുടെ 20%. അപ്പോൾ നമ്മുടെ ടോട്ടൽ കോസ്റ്റിൻ്റെ 20% എന്ത് ഇൻവോൾവഡ് ആണ്? ഇൻവെൻ്ററി ക്യാരിയിങ് കോസ്റ്റ് ആണ്. ഓക്കെ, ദെയർഫോർ ഇൻവെൻ്ററി ക്യാരിയിങ് കോസ്റ്റ് പെർ യൂണിറ്റ് പെർ ആനം ഈസ് ഈക്വൽ ടു 2.50 ഇൻറ്റു 20 ഡിവൈഡഡ് ബൈ 100. ഓക്കെ, 2 രൂപയാണ് നമ്മുടെ കോസ്റ്റ്. 2 രൂപ കോസ്റ്റ് ഇൻറ്റു അതിൻ്റെ 20%, 20 ഡിവൈഡ് ബൈ 100 ഈസ് ഈക്വൽ ടു 0.5. ഓക്കെ, ഇൻവെൻ്ററി ക്യാരിയിങ് കോസ്റ്റ് പെർ യൂണിറ്റ് പെർ ആനം ഈസ് ഈക്വൽ ടു 0.5. ഓക്കെ, ഇനി നമുക്ക് ഒരു ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള എല്ലാ എലമെൻറ്റ് നമുക്ക് ലഭിച്ചിരിക്കുന്നു. അതിനെ നമുക്ക് ഇക്വേഷനിലേക്ക് നമുക്കൊന്ന് പോസ്റ്റ് ചെയ്യാം. ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2CO ഡിവൈഡഡ് ബൈ I. ഹിയർ 2 ഇൻറ്റു C 6000 യൂണിറ്റ്സ് ഇൻറ്റു 15 divided by 0.5 then is equal to root of 1,80,000 divided by 0.5 then is equal to root of 3,60,000. Okay, root of 3,60,000 is equal to economic order quantity is equal to 600 units. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുന്ന ഒരു സിമ്പിൾ പ്രോബ്ലം. അപ്പോൾ ഇവിടെ നമുക്ക് റൂട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2CO ഡിവൈഡഡ് ബൈ I. ദെൻ ഇവിടെ നമ്മുടെ ഈ ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമ്മുടെ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 600 യൂണിറ്റ് ആണ്. 600 യൂണിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായിട്ട്, അതായത് നമ്മുടെ ഓർഡറിങ് കോസ്റ്റും ഇൻവെൻ്ററി ക്യാരിയിങ് കോസ്റ്റും ഏറ്റവും മിനിമം പോസിബിൾ ലെവലിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന, ഏറ്റവും ലോവസ്റ്റ് ലെവലിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് 600 യൂണിറ്റിലാണ് നമുക്ക് ഏറ്റവും പ്രോപ്പറായിട്ട് കോസ്റ്റ് എഫക്റ്റീവായിട്ട് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുക. ഓക്കെ, നമുക്ക് ഒരു പ്രോബ്ലം കൂടെ നമുക്ക് നോക്കാം. ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ ഫൈൻഡ് ഔട്ട് നമ്പർ 1 ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി, ദെൻ second one the number of order placed in an year, the third one the time gap between two orders. ഓക്കെ, നമുക്ക് 3 കാര്യങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്. ഒന്ന് ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി, ദെൻ നമ്പർ ഓഫ് ഓർഡർ പ്ലേസ്ഡ് ഇൻ ആൻ ഇയർ, ഒരു ഇയറിൽ എത്ര ഓർഡറാണ് പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കുക, ദെൻ മൂന്നാമത്തത് 2 ഓർഡറുകൾ തമ്മിലുള്ള ആ ഒരു ടൈം ഗ്യാപ്പ്. ഓക്കെ, ദെൻ ഇൻഫർമേഷൻ ആനുവൽ കൺസംഷൻ 120 യൂണിറ്റ്സ് 120 യൂണിറ്റ്സ്, ദെൻ ബൈയിങ് കോസ്റ്റ് പെർ ഓർഡർ. ഓക്കെ, ബൈയിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓർഡറിങ് കോസ്റ്റ് തന്നെയാണ്, ₹20. ദെൻ പ്രൈസ് പെർ യൂണിറ്റ് ₹100. ഓക്കെ, ദെൻ ഇൻവെൻ്ററി ക്യാരിയിങ് കോസ്റ്റ് 12% ഓഫ് ആവറേജ് ഇൻവെൻ്ററി. ഓക്കെ, നമ്മുടെ ആവറേജ് ഇൻവെൻ്ററീസിൻ്റെ 12% ആണ് ഇൻവെൻ്ററി ക്യാരിയിങ് കോസ്റ്റായിട്ട് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കതൊന്ന് സോൾവ് ചെയ്യാം. Then calculation of economic order quantity. Okay, economic order quantity is equal to root of 2CO divided by I. Okay, ഇനി ഓരോ എലമെൻറ്റ് നമുക്ക് എടുത്ത് നോക്കാം. Here the C is equal to consumption of material per annum is directly given is 120 units, 120 യൂണിറ്റ് ആണ് C എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഓർഡറിങ് കോസ്റ്റ് പെർ ഓർഡർ അതും ഡയറക്റ്റ്ലി നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ബൈയിങ് കോസ്റ്റ് പെർ ഓർഡറും ഓർഡറിങ് കോസ്റ്റ് പെർ ഓർഡറും ഒക്കെ സെയിം ആണ്. ദെൻ ഈസ് ഈക്വൽ ടു ₹20, 20 രൂപയാണ് ഒരു ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് ചിലവാകുന്നത്. ദെൻ ഇൻവെൻ്ററി ക്യാരിയിങ് കോസ്റ്റ് ഓഫ് 1 യൂണിറ്റ് പെർ ആനം. ഓക്കെ, ഒരു യൂണിറ്റിന് ഒരു ആനത്തിലുള്ള ഇൻവെൻ്ററി ക്യാരിയിങ് കോസ്റ്റ് അത് നമുക്കിവിടെ തന്നിട്ടില്ല. നമ്മൾ മുമ്പത്തെ ക്വസ്റ്റിനകത്ത് നമുക്ക് തന്നിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മുടെ ഇവിടെ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ടോട്ടൽ ഇൻവെൻ്ററിയിൽ ആവറേജ് ഇൻവെൻ്ററിയുടെ 12%, അതായത് നമ്മുടെ ടോട്ടൽ കോസ്റ്റിൻ്റെ 12% ഇൻവെൻ്ററി ക്യാരിയിങ് കോസ്റ്റാണ്. ദെയർഫോർ ഇൻവെൻ്ററി ക്യാരിയിങ് കോസ്റ്റ് ഓഫ് 1 യൂണിറ്റ് പെർ ആനം ഈസ് ഈക്വൽ ടു ഹിയർ ദ പ്രൈസ് പെർ യൂണിറ്റ് ഈസ് ഈക്വൽ ടു 100 ഇൻറ്റു
12%. 12 divided by 100 is equal to rupees 12. ഓക്കെ, ഇവിടെ ഇൻവെൻ്ററി ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടോട്ടൽ പ്രൈസ് പെർ യൂണിറ്റ്, ഒരു യൂണിറ്റ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി 100 രൂപയാണ് എടുത്തത്. ഓക്കെ, അതിൽ ഇൻവെൻ്ററി ക്യാരിയിങ് കോസ്റ്റ് പറഞ്ഞാൽ അതിൻ്റെ 12%, കോസ്റ്റിൻ്റെ 12% ഇൻവെൻ്ററി ക്യാരിയിങ് കോസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ദെയർഫോർ ഇൻവെൻ്ററി ക്യാരിയിങ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു 100 ഇൻറ്റു 12 ഡിവൈഡഡ് ബൈ 100 ഈസ് ഈക്വൽ ടു 12. ഓക്കെ, 12 രൂപയാണ് നമ്മുടെ ഇൻവെൻ്ററി ക്യാരിയിങ് കോസ്റ്റ് പെർ 1 യൂണിറ്റ് പെർ ആനം. ഓക്കെ, നമുക്കിനി ഇത് ഒന്ന് സോൾവ് ചെയ്യാം. ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2CO ഡിവൈഡ് ബൈ I, then is equal to 2 into 120 into 20 divided by 12. Okay, is equal to root of 4800 divided by 12 is equal to root of 400. Economic order quantity, here the economic order quantity is equal to root of 400 is equal to 20 യൂണിറ്റ്സ്. ഓക്കെ, ഈ ഒരു പ്രോബ്ലത്തിലെ നമ്മുടെ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 20 യൂണിറ്റ് ആണ്. ഓക്കെ, നമുക്ക് ഏറ്റവും ഫേവറബിൾ ആയിട്ട് ഇക്കണോമിക് വേയിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവൽ എന്ന് പറയുന്നത് 20 യൂണിറ്റ്സ് ആണ്. ഓക്കെ, ദെൻ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ നമ്പർ ഓഫ് ഓർഡർ പ്ലേസ്ഡ് ഇൻ ആൻ ഇയർ. ഓക്കെ, ഒരു വർഷം നമ്മൾ എത്ര ഓർഡർ പ്ലേസ് ചെയ്യുമെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അത് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഇക്വേഷൻ നമ്മുടെ ഒരു ആനുവൽ കൺസംഷൻ, ഓക്കെ, ഒരു വർഷത്തിലുള്ള നമ്മുടെ ഉപഭോഗം ഡിവൈഡഡ് ബൈ നമ്മുടെ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. ദെൻ നമ്പർ ഓഫ് ഓർഡർ പ്ലേസ്ഡ് ഡ്യൂറിങ് ദി ഇയർ ഈസ് ഈക്വൽ ടു ആനുവൽ കൺസംഷൻ ഡിവൈഡഡ് ബൈ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. ഹിയർ ദ ആനുവൽ കൺസംഷൻ ഈസ് ഈക്വൽ ടു 120 യൂണിറ്റ്സ്. ദെൻ we know economic order quantity we are already calculated 20 units. Therefore the number of order placed during the year is equal to 120 units divided by 20 is equal to 6 orders. Okay, അപ്പോൾ ഒരു വർഷം നമുക്ക് 6 ഓർഡറാണ് നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഓർത്തിരിക്കാം, ക്വസ്റ്റിനകത്ത് നമ്മളോട് ചോദിക്കും നമ്പർ ഓഫ് ഓർഡർ പ്ലേസ് ഡ്യൂറിങ് ദി ഇയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ annual consumption divided by economic order quantity. Okay, then the third question is that the time gap between two orders. Okay, രണ്ട് ഓർഡറുകൾ തമ്മിലുള്ള ആ ഒരു ടൈം ഗ്യാപ്പാണ് ഓക്കെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ടൈം ഗ്യാപ്പ് നമുക്ക് ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ ടു ഓർഡർ ഈസ് ഈക്വൽ ടു നമുക്കറിയാം നമ്പർ ഓഫ് ഒരു വർഷം നമുക്ക് 6 ഓർഡറെ പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളൂ. അപ്പം സാധാരണഗതിയിൽ നമ്മൾ കോമൺ സെൻസ് ചിന്തിക്കുക, ഒരു വർഷം എത്ര മാസമുണ്ട്? 12 മാസമുണ്ട്. Therefore the time gap between two order is equal to 12 months divided by order 6 is equal to 2 months. ഓക്കെ, അപ്പോൾ ഓരോ ഓർഡറും തമ്മിലുള്ള ആ ഒരു ടൈം ഗ്യാപ്പ് എന്ന് പറയുന്നത് 2 മാസമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയാണ്. അതായത് വളരെ ഇക്കണോമിക് വേയിൽ അല്ലെങ്കിൽ വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഒരു മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്ന ആ ഒരു ലെവലിനെ. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക, നമ്മൾ ഓർഡറിങ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും വളരെ കോസ്റ്റ് എഫക്റ്റീവ് ഏറ്റവും മിനിമം ലെവലിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസിനെയാണ് നമ്മൾ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2CO ഡിവൈഡഡ് ബൈ I. ഓക്കെ, ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് വ്യത്യസ്തമായിട്ടുള്ള രണ്ട് പ്രോബ്ലം നമ്മളിപ്പോൾ സോൾവ് ചെയ്തു. നിങ്ങളുടെ ടെസ്റ്റിലൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള പ്രോബ്ലങ്ങളൊക്കെ ഉണ്ട്, അത് നിങ്ങൾ കൃത്യമായിട്ടും ചെയ്ത് നോക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് the stock levels of material. Okay, then one of the objectives of material control to maintaining the stock of raw material as low as possible and ensure to the availability of materials and when required. ഓക്കെ, മെറ്റീരിയൽ കൺട്രോളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഒരു സ്റ്റോക്ക് ലെവൽ ഓർഗനൈസേഷനിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഓക്കെ, പലപ്പോഴും നമ്മൾ മെറ്റീരിയൽ നമ്മൾ സ്റ്റോക്ക് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ അത് ഓവർ സ്റ്റോക്ക് ആയി പോകാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ അത് അണ്ടർ സ്റ്റോക്ക് ആയിട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ടുള്ള ഒരു സ്റ്റോക്ക് ലെവൽ ഓർഗനൈസേഷനിൽ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്
ഒരു മെറ്റീരിയൽ കൺട്രോളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. ഓക്കെ, ദ ഒബ്ജക്റ്റ് ഓഫ് ഫിക്സിംഗ് ദി സ്റ്റോക്ക് ലെവൽ ഫോർ ഈച്ച് ഐറ്റം ഓഫ് മെറ്റീരിയൽ ഈസ് ടു മെയിൻറ്റെയിൻ required quantity of materials in the store and thereby the expense may be reduced. ഓക്കെ, ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ ഈ സ്റ്റോക്ക് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രധാനപ്പെട്ട അതിൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ഓർഗനൈസേഷനിൽ പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള അതിൻ്റെ റിക്വയർമെൻറ്റ്സിന് ആവശ്യമായിട്ടുള്ള ഒരു റിക്വയർഡ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ എപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ടു പ്രിപ്പയറിംഗ് ദ മെയിൻ എയിം ഓഫ് പ്രിപ്പയറിംഗ് ദി സ്റ്റോക്ക് ലെവൽ. സ്റ്റോക്ക് ലെവലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ റിക്വയർഡ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ എപ്പോഴും നമ്മൾ ഓർഗനൈസേഷനിൽ ആ ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, ദ ഡിഫറെൻറ്റ് സ്റ്റോക്ക് ലെവൽസ് ആർ: ഫസ്റ്റ് വൺ മിനിമം സ്റ്റോക്ക് ലെവൽ, ദെൻ ദ മാക്സിമം സ്റ്റോക്ക് ലെവൽ, ദെൻ റീഓർഡർ സ്റ്റോക്ക് ലെവൽ, ആൻഡ് ഫോർത്ത് വൺ ആവറേജ് സ്റ്റോക്ക് ലെവൽ, ആൻഡ് ലാസ്റ്റ് വൺ ഡേഞ്ചർ ലെവൽ. ഓക്കെ, ഒരു ഓർഗനൈസേഷനിലെ മെറ്റീരിയൽസ് അതിൻ്റെ ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രധാനമായിട്ടും അതിനെ വ്യത്യസ്തമായിട്ട് 5 സ്റ്റോക്ക് ലെവൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. മിനിമം ലെവൽ, മാക്സിമം സ്റ്റോക്ക് ലെവൽ, ദെൻ റീഓർഡർ സ്റ്റോക്ക് ലെവൽ, ആവറേജ് സ്റ്റോക്ക് ലെവൽ, ആൻഡ് ഡേഞ്ചർ ലെവൽ. ഓക്കെ, ദെൻ ഫസ്റ്റ് വൺ മിനിമം സ്റ്റോക്ക് ലെവൽ. ഓക്കെ, the minimum stock level is the minimum quantity or minimum number of units of material to be available in store at any time. ഓക്കെ, ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ ഒരു മിനിമം ക്വാണ്ടിറ്റി ലെവൽ അല്ലെങ്കിൽ മിനിമം നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് മെറ്റീരിയൽ ഒരു ഓർഗനൈസേഷനിൽ എപ്പോഴും ഒരു മിനിമം ക്വാണ്ടിറ്റി ഓഫ് ലെവൽ ഓഫ് മെറ്റീരിയൽ ഇതിൻ്റെ ലഭ്യതയെ കാണിക്കുന്നതിന് വേണ്ടിയാണ് മിനിമം സ്റ്റോക്ക് ലെവൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സാധാരണഗതിയിൽ ഒരു ഓർഗനൈസേഷൻ്റെ പ്രൊഡക്ഷനൊന്നും ബാധിക്കാതെ അവരുടെ ആ റിക്വയർമെൻറ്റ്സിന് ആനുപാതികമായിട്ട് നമ്മൾ മെറ്റീരിയൽ കെപ്റ്റ് ചെയ്യേണ്ടി വെക്കേണ്ട ഏറ്റവും ലോവസ്റ്റ് ലെവലിനെയാണ് മിനിമം സ്റ്റോക്ക് ലെവൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം എപ്പോഴും നമ്മുടെ ഓർഗനൈസേഷനിലെ പ്രൊഡക്ഷനെ ബാധിക്കാതെ തന്നെ നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒരു മിനിമം ലെവൽ ഓഫ് മെറ്റീരിയൽസിൻ്റെ അളവിനെയാണ് നമ്മൾ മിനിമം സ്റ്റോക്ക് ലെവൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മാത്തമാറ്റിക്കലി the different factors to be considering for minimum stock level, then on lead time or reorder period, then rate of consumption, then third one reorder level. ഓക്കെ, നമ്മൾ പ്രധാനമായിട്ടും ഒരു മിനിമം സ്റ്റോക്ക് ലെവൽ കണ്ടുപിടിക്കുമ്പോൾ അല്ലെങ്കിൽ മിനിമം സ്റ്റോക്ക് ലെവൽ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യുന്ന ചില ഫാക്ടേഴ്സൊക്കെ ഉണ്ട്. ഒന്ന്, ഒരു റീഓർഡർ പീരീഡ് നമ്മൾ കൺസിഡർ ചെയ്യണം. ദെൻ നമ്മുടെ റേറ്റ് ഓഫ് കൺസംഷൻ. ഓക്കെ, റേറ്റ് ഓഫ് കൺസംഷൻ നമ്മൾ കൃത്യമായിട്ടും മനസ്സിലാക്കിയിരിക്കണം. ദെൻ നമ്മുടെ ഒരു റീഓർഡർ ലെവൽ നമ്മൾ കൃത്യമായിട്ടും അറിഞ്ഞിരിക്കണം. ഓക്കെ, ദെൻ മാത്തമാറ്റിക്കലി ടു ഡിറ്റർമിൻ ദി calculating the minimum stock level is equal to reorder level minus normal or average consumption into normal or average reorder period. ഓക്കെ, നമ്മുടെ റീഓർഡർ ലെവൽ മൈനസ് നോർമൽ ഓർ ആവറേജ് കൺസംഷൻ. ഓക്കെ, നമ്മുടെ ഒരു സാധാരണ മെറ്റീരിയൽസിൻ്റെ ഉപഭോഗം ഇൻറ്റു നോർമൽ ഓർ ആവറേജ് റീഓർഡർ പീരീഡ്. ഇതാണ് ഒരു മിനിമം സ്റ്റോക്ക് ലെവൽ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയുള്ള ഇക്വേഷൻ. ഓക്കെ, ദെൻ ഹിയർ ദ നോർമൽ കൺസംഷൻ ഈസ് ഈക്വൽ ടു മിനിമം കൺസംഷൻ പ്ലസ് മാക്സിമം കൺസംഷൻ ഡിവൈഡഡ് ബൈ 2. ഓക്കെ, നമ്മുടെ ഒരു നോർമൽ കൺസംഷൻ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നോർമൽ അല്ലെങ്കിൽ ആവറേജ് കൺസംഷൻ. ഓക്കെ, നോർമൽ നോക്കുമ്പോൾ ഓർത്തിരിക്കുക ആവറേജ് കൺസംഷൻ ആണ്. ആവറേജ് കൺസംഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ മിനിമം കൺസംഷൻ ഓഫ് മെറ്റീരിയൽ പ്ലസ് മാക്സിമം കൺസംഷൻ ഡിവൈഡഡ് ബൈ 2. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക ഫസ്റ്റ് ലെവൽ ഈസ് മിനിമം സ്റ്റോക്ക് ലെവൽ. ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ കൃത്യമായിട്ടും നമുക്ക് ഏറ്റവും മിനിമം ലെവലിൽ നമുക്ക് സൂക്ഷിക്കേണ്ട മെറ്റീരിയൽസിൻ്റെ ആ ഒരു പർട്ടിക്കുലർ ലെവലിനെയാണ് മിനിമം സ്റ്റോക്ക് ലെവൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ മിനിമം സ്റ്റോക്ക് ലെവൽ ഈസ് ഈക്വൽ ടു റീഓർഡർ ലെവൽ മൈനസ് നോർമൽ ഓർ ആവറേജ് കൺസംഷൻ ഇൻറ്റു നോർമൽ ഓർ ആവറേജ് റീഓർഡർ പീരീഡ്. ഓക്കെ, then the second stock level is equal to the second stock level is maximum stock level. Okay, the maximum stock level is that level of stock above which the stock is hand should not normally be allowed to exceed. It is the largest quantity of particular material which may be held in the store at any ടൈം. ഓക്കെ, ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ ഹെൽഡ് ചെയ്യുന്ന ഒരു മെറ്റീരിയലിൻ്റെ ഒരു ഹയസ്റ്റ് ലെവൽ, ആ ഒരു ഹയസ്റ്റ് ലെവൽ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് മാക്സിമം സ്റ്റോക്ക് ലെവൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ,
അപ്പോൾ ഒരു പെർട്ടിക്കുലർ മെറ്റീരിയൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അത് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഒരു മാക്സിമം സ്റ്റോക്ക് ലെവൽ നമുക്ക് കണ്ടിരിക്കണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 100 ക്വാണ്ടിറ്റി മെറ്റീരിയലാണ് നമ്മുടെ ഒരു മാക്സിമം ലെവലെങ്കിൽ ആ 100 ക്വാണ്ടിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അതിൽ നിന്നും ഒരു 110 110 ആകുമ്പോഴേക്ക് സ്വാഭാവികമായിട്ട് അത് ഓവർ സ്റ്റോക്ക് ആയിട്ട് പോകും. അപ്പോൾ നമുക്ക് സാധാരണഗതിയിൽ നമ്മുടെ ഒരു റിക്വയർമെൻറ്റ്സിനെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് മാക്സിമം നമുക്ക് പ്രൊക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു പർട്ടിക്കുലർ സ്റ്റോക്ക് ലെവലിനെയാണ് നമ്മൾ മാക്സിമം ലെവൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ആ ഒരു മാക്സിമം ലെവൽ ഒരിക്കലും എക്സീഡ് ചെയ്യാനായിട്ട് പാടില്ല. അത് എക്സീഡ് ചെയ്താൽ നമുക്ക് ഓവർ സ്റ്റോക്കിംഗ് ആയിട്ട് പോകും. അപ്പം ഒരു ഓർഗനൈസേഷനിൽ സൂക്ഷിക്കാവുന്ന ഒരു മെറ്റീരിയലിൻ്റെ ഒരു മാക്സിമം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹൈ എൻഡ് മെറ്റീരിയൽസിനെയാണ് നമ്മൾ മാക്സിമം സ്റ്റോക്ക് ലെവൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then fixing a maximum stock level helps to avoid the cost of overstocking, such as cost of storage, cost of investment in stock, then cost of insurance, risk of obsolescence. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഒരു ഓർഗനൈസേഷനിൽ നമുക്ക് പരമാവധി കീപ്പ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ പരമാവധി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്ക് ലെവലുകളെയാണ് നമ്മൾ മാക്സിമം സ്റ്റോക്ക് ലെവൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ മാക്സിമം സ്റ്റോക്ക് ലെവലിൻ്റെ മുകളിലാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഇൻവെൻട്രി എങ്കിൽ പലപ്പോഴും പല കോസ്റ്റുകളും നമുക്കുണ്ടാകും. ദെൻ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, അധികമായിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും. ദെൻ കോസ്റ്റ് ഓഫ് ഇൻഷുറൻസ്, ദെൻ കോസ്റ്റ് ഓഫ് റിസ്ക്, ഇങ്ങനെ പല ഫാക്ടേഴ്സും അതിനെ കൺസിഡർ ചെയ്യും. അപ്പോൾ ഓർത്തിരിക്കുക, മാക്സിമം സ്റ്റോക്ക് ലെവൽ ഇസ് എ ഹയസ്റ്റ് ലെവൽ ഓഫ് മെറ്റീരിയൽ റിക്വയർഡ് ബൈ ആൻ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ട മെറ്റീരിയൽസിൻ്റെ അല്ലെങ്കിൽ സൂക്ഷിക്കേണ്ട മെറ്റീരിയൽസിൻ്റെ ഏറ്റവും റിക്വയർഡ് മെറ്റീരിയൽസിൻ്റെ ഹയസ്റ്റ് ലെവലിനെയാണ് നമ്മൾ മാക്സിമം സ്റ്റോക്ക് ലെവൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Then while calculating the maximum stock level, the factors to be considered: the reorder level, then reorder quantity, minimum rate of consumption, then minimum reorder period. That is, the minimum stock level is equal to reorder level plus then reorder quantity minus minimum consumption into minimum reorder period. Okay, ഒരു മാക്സിമം സ്റ്റോക്ക് ലെവൽ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയുള്ള ഇക്വേഷനാണ് റീഓർഡർ ലെവൽ പ്ലസ് reorder quantity. Okay, reorder level plus reorder quantity minus the minimum consumption into minimum reorder period. Okay, then the third level is reorder stock level. Okay, then the reorder level is the level at which the purchasing department place order for fresh supply of materials. Okay, reorder level എന്ന് ഓർത്തിരിക്കുക. ഒരു ഓർഗനൈസേഷനിൽ the reorder level is the level at which the purchasing department place order for fresh supply of material. Then it is a fixed somewhere between the maximum and minimum level in such a way that the fresh supply are received only just before minimum level is reached. Okay, ഒരു പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ചോളം അവർക്ക് ഒരു പുതിയ ഒരു ഡെലിവറി അല്ലെങ്കിൽ ഒരു ഫ്രഷ് സപ്ലൈ ഓഫ് മെറ്റീരിയൽ, ഓക്കെ, മെറ്റീരിയൽസിൻ്റെ പുതിയ ഒരു സപ്ലൈക്ക് വേണ്ടി അല്ലെങ്കിൽ എടുക്കുന്ന ആ ഒരു പർട്ടിക്കുലർ ലെവലിനെയാണ് നമ്മൾ റീഓർഡർ ലെവൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഓർഗനൈസേഷനിൽ ഒരു ഫ്രഷ് സപ്ലൈ ഓഫ് മെറ്റീരിയൽ, ഓക്കെ, ഒരു പുതുതായിട്ട് ഒരു മെറ്റീരിയൽസിൻ്റെ സപ്ലൈക്ക് വേണ്ടി എടുക്കുന്ന ആ ഒരു പർട്ടിക്കുലർ ലെവലിനെയാണ് നമ്മൾ റീഓർഡർ ലെവൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പർച്ചേസിംഗ് ലെവൽ എന്നൊക്കെ പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ and it is a fixed somewhere between the maximum and the minimum level in such a way that fresh supplies are received only just before the minimum level is reached. ഓക്കെ, എപ്പോഴും ഒരു റീഓർഡർ സ്റ്റോക്ക് ലെവൽ എന്ന് പറഞ്ഞാൽ ഒരു മിനിമം ലെവലിനെയും സ്റ്റോക്ക് ലെവലിനെയും കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ റീഓർഡർ ലെവൽ ചെയ്യുന്നത്. കാരണം ഓർഗനൈസേഷനിൽ ഒരു മെറ്റീരിയലിൻ്റെ സ്റ്റോക്ക് അതിൻ്റെ മിനിമം ലെവലിലേക്ക് എത്തുന്ന സമയത്താണ് നമ്മൾ വീണ്ടും ഒരു ഫ്രഷ് സപ്ലൈ ഓർഡർ നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അത്തരത്തിൽ ഒരു പർട്ടിക്കുലർ സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽസിൻ്റെ ഒരു മിനിമം ലെവലിൽ എത്തുന്ന സമയത്ത് വീണ്ടും അതിൻ്റെ ഒരു പർട്ടിക്കുലർ പർച്ചേസിങ്ങിന് വേണ്ടി നമ്മൾ അല്ലെങ്കിൽ ഒരു ഫ്രഷ് സപ്ലൈ ഓഫ് മെറ്റീരിയൽസിന് വേണ്ടി നമ്മൾ ഓർഡർ കൊടുക്കുന്ന ആ ഒരു പർട്ടിക്കുലർ ലെവലിനെയാണ് നമ്മൾ റീഓർഡർ സ്റ്റോക്ക് ലെവൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിക്സിംഗ് ദ റീഓർഡർ ലെവൽ ഈസ് ടു ഡിറ്റർമിൻ വെൻ ഫ്രഷ് ഓർഡർ ഷുഡ് ബി പ്ലേസ് ടു റീപ്ലേസ്മെൻറ്റ് ഓഫ് സ്റ്റോക്ക്. ഓക്കെ, ഓർഗനൈസേഷൻ നമ്മൾ റീഓർഡർ സ്റ്റോക്ക് ലെവൽ കണ്ടുപിടിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് നമുക്ക് ഒരു മെറ്റീരിയൽ അത് മിനിമം ലെവലിൽ എത്തുന്ന സമയത്ത് ആ മെറ്റീരിയലിൻ്റെ ഒരു ലഭ്യത കൃത്യമായിട്ട് ഉറപ്പുവരുന്നതിന് വേണ്ടി നമ്മൾ വീണ്ടും ആ മെറ്റീരിയൽ പ്രൊക്യൂർ ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത് പർച്ചേസ് ചെയ്ത് അതിൻ്റെ സ്റ്റോക്ക് നിറയ്ക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ റീഓർഡർ സ്റ്റോക്ക് ലെവൽ ഓർഗനൈസേഷനിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, then the factors to be considered to calculating reorder level is equal to maximum rate of consumption, then the maximum reorder period,
മിനിമം സ്റ്റോക്ക് ലെവൽ. ഓക്കെ, പ്രധാനമായിട്ടും നമ്മൾ ഒരു റീ ഓർഡർ ലെവൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പ്രധാനമായിട്ട് 3 ഫാക്ടേഴ്സാണ് കൺസിഡർ ചെയ്യുന്നത്. ഒന്ന് മാക്സിമം റേറ്റ് ഓഫ് കൺസംഷൻ. ഓക്കെ, നമ്മുടെ ഉപഭോഗത്തിൻ്റെ മാക്സിമം റേറ്റ്. ദെൻ മാക്സിമം റീ ഓർഡർ പീരീഡ്. ഓക്കെ, ഒരു മാക്സിമം റീ ഓർഡർ പീരീഡ് നമ്മൾ കൺസിഡർ ചെയ്യണം. ദെൻ മിനിമം സ്റ്റോക്ക് ലെവൽ. ഓക്കെ, നമ്മുടെ ഓർഗനൈസേഷൻ്റെ മിനിമം സ്റ്റോക്ക് ലെവലിലൂടെ നമ്മൾ കൃത്യമായിട്ടും കൺസിഡർ ചെയ്യണം. ഓക്കെ, ദെൻ ഇക്വേഷൻ ഫോർ കാൽക്കുലേറ്റിംഗ് റീ ഓർഡർ ലെവൽ ഈസ് ഈക്വൽ ടു മാക്സിമം കൺസംഷൻ ഇൻറ്റു മാക്സിമം റീ ഓർഡർ പീരീഡ്. ഓക്കെ, നമ്മുടെ ഓർഗനൈസേഷനിലെ നമ്മുടെ മാക്സിമം കൺസംഷൻ, നമ്മുടെ മാക്സിമം ഉപഭോഗം ഇൻറ്റു മാക്സിമം റീ ഓർഡർ പീരീഡ്. ഓക്കെ, ഒരു പുതിയ ഫ്രഷ് സപ്ലൈ ഓഫ് ഡെലിവറിക്ക് വേണ്ടി എടുക്കുന്ന മാക്സിമം റീ ഓർഡർ പീരീഡ്. ഓക്കെ, അല്ലെങ്കിൽ മറ്റൊരു ഡെഫിനീഷനാണ് മിനിമം സ്റ്റോക്ക് ലെവൽ പ്ലസ് ദ കൺസംഷൻ ഡ്യൂറിങ് ദി റീ ഓർഡർ പീരീഡ്. ഓക്കെ, ഇങ്ങനെ 2 ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഒന്ന് മാക്സിമം കൺസംഷൻ ഇൻറ്റു മാക്സിമം റീ ഓർഡർ പീരീഡ്, ഓർ ദ മിനിമം സ്റ്റോക്ക് ലെവൽ പ്ലസ് കൺസംഷൻ ഡ്യൂറിങ് ദി റീ ഓർഡർ പീരീഡ്. ഓക്കെ, ഇതാണ് ഒരു റീ ഓർഡർ സ്റ്റോക്ക് ലെവൽ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഇക്വേഷൻ. ഓക്കെ, then the next stock level is average stock level. Okay, this stock level shows the average quantity of material kept in the store, and this regarded as average of maximum and minimum stock level. Okay, ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ കെപ്റ്റ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവറേജ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസിൻ്റെ ലെവലിനെയാണ് നമ്മൾ ആവറേജ് സ്റ്റോക്ക് ലെവൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമുക്ക് ആവറേജ് സ്റ്റോക്ക് ലെവൽ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ദെൻ ആവറേജ് സ്റ്റോക്ക് ലെവൽ ഈസ് ഈക്വൽ ടു മിനിമം ലെവൽ പ്ലസ് ഹാഫ് ഓഫ് റീ ഓർഡർ ക്വാണ്ടിറ്റി. ഓക്കെ, നമ്മുടെ ഓർഗനൈസേഷനിലെ മിനിമം സ്റ്റോക്ക് ലെവൽ പ്ലസ് അതിൻ്റെ കൂടെ റീ ഓർഡർ ക്വാണ്ടിറ്റിയുടെ, നമ്മൾ ഒരു ഫ്രഷ് ഡെലിവറിക്ക് എടുക്കുന്നുണ്ട് റീ ഓർഡർ ക്വാണ്ടിറ്റിയാണ്. ദെൻ ആ ക്വാണ്ടിറ്റിയുടെ ½ കൂടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആവറേജ് സ്റ്റോക്ക് ലെവൽ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ആവറേജ് സ്റ്റോക്ക് ലെവൽ ഈസ് ഈക്വൽ ടു മിനിമം ലെവൽ പ്ലസ് ഹാഫ് ഓഫ് റീ ഓർഡർ ക്വാണ്ടിറ്റി. ഓക്കെ, അതല്ലെങ്കിൽ മറ്റൊരു ഡെഫിനേഷനുണ്ട്, മിനിമം ലെവൽ പ്ലസ് മാക്സിമം ലെവൽ ഡിവൈഡഡ് ബൈ 2. ഓക്കെ, മിനിമം ലെവൽ പ്ലസ് മാക്സിമം ലെവൽ ഡിവൈഡ് ബൈ 2. ഓക്കെ, അപ്പോൾ ആവറേജ് സ്റ്റോക്ക് ലെവൽ എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ ഒരു ആവറേജ് ആയിട്ട് നമ്മൾ സൂക്ഷിക്കേണ്ട ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസിൻ്റെ ലെവലിനെയാണ് ആവറേജ് സ്റ്റോക്ക് ലെവൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, then the last stock level is equal to danger level. Okay, and this is a level, the set of below the minimum stock level. It is a level at which the normal issue of materials are stopped but issue under the special instructions. Okay, or ഓർഗനൈസേഷനിലെ മെറ്റീരിയൽസിൻ്റെ ലെവൽ അത് മിനിമം ലെവലിനേക്കാൾ താഴോട്ട് പോകുമ്പോൾ അതിനെ നമുക്ക് ഡേഞ്ചർ ലെവൽ എന്ന് പറയാനായിട്ട് സാധിക്കും. ദെൻ സാധാരണഗതിയിൽ ഒരു മെറ്റീരിയൽസിൻ്റെ മിനിമം ലെവൽ താഴോട്ട് പോയി കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് ആ മെറ്റീരിയലിൻ്റെ അവൈലബിലിറ്റി ലഭ്യമാകാതെ വരികയും അത് നമ്മുടെ പ്രൊഡക്ഷനെ തന്നെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. ഓക്കെ, അപ്പം ഒരു മിനിമം ലെവലിൽ നിന്നും താഴോട്ട് പോകുമ്പോൾ നമുക്കൊരു അലേർട്ട് നൽകുന്ന ഒരു പർട്ടിക്കുലർ സ്റ്റോക്ക് ലെവലുകളെയാണ് നമ്മൾ ഡേഞ്ചർ ലെവൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. when the materials are reaches the below the minimum level. Okay, മെറ്റീരിയൽസിന് മിനിമം ലെവലിൽ താഴെ ആകുമ്പോൾ the danger point, the storekeeper must make a special arrangements to get the fresh supply so that the production may not be interrupted due to the non availability of material. Okay, ഒരു മിനിമം ലെവലിൻ്റെ താഴെ പോകുമ്പോൾ നമുക്കൊരു അലേർട്ട് എന്ന നിലയ്ക്കാണ് നമ്മൾ ഡേഞ്ചർ സ്റ്റോക്ക് ലെവൽ നമ്മൾ തയ്യാറാക്കി വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഡേഞ്ചർ ലെവലിലേക്ക് എത്തുമ്പോൾ സ്റ്റോർ കീപ്പറിനെ സംബന്ധിച്ചോളം അയാൾ ഒരു ഫ്രഷ് സപ്ലൈ ഓഫ് ഓർഡർ പ്ലേസ് ചെയ്യുകയും ആ മെറ്റീരിയലിൻ്റെ അവൈലബിലിറ്റി കൃത്യമായിട്ടും നമ്മുടെ ഓർഗനൈസേഷനിൽ ലഭ്യമാക്കുകയും ചെയ്യുക. അങ്ങനെ വരാത്ത വശം നമ്മുടെ പ്രൊഡക്ഷനെ തന്നെ അത് ഇൻറ്ററപ്റ്റ് ചെയ്യും. അപ്പോൾ ഒരു അലേർട്ട് ലെവൽ എന്ന നിലയ്ക്കാണ് നമ്മൾ ഡേഞ്ചർ സ്റ്റോക്ക് ലെവൽ ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ദെൻ ഡേഞ്ചർ സ്റ്റോക്ക് ലെവൽ ഈസ് ഈക്വൽ ടു ആവറേജ് കൺസംഷൻ. ഓക്കെ, നമ്മുടെ ആവറേജ് കൺസംഷൻ ഇൻറ്റു എമർജൻസി സപ്ലൈ ടൈം. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് തന്നിരിക്കും ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു എമർജൻസി ടൈം നമുക്കുണ്ടായിരിക്കും. അപ്പം ആവറേജ് കൺസംഷനെ എമർജൻസി സപ്ലൈ ടൈം കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഡേഞ്ചർ ലെവൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പം നമ്മൾ ഈ ഇക്വേഷനിലൊക്കെ പലതായിട്ട് നമ്മൾ കണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കോമൺ കൺസെപ്റ്റാണ് റീ ഓർഡർ പീരീഡ്. ഓക്കെ, എന്താണ് റീ ഓർഡർ പീരീഡ്? ഓക്കെ, ദെൻ ദ റീ ഓർഡർ പീരീഡ് ഈസ് എ ടൈം റിക്വയർഡ് ഫോർ ഗെറ്റിംഗ് ദ ഫ്രഷ് സപ്ലൈ ഓഫ് മെറ്റീരിയൽ ഓൺ പ്ലേസിങ് ആൻ ഓർഡർ. ഓക്കെ, നമ്മളൊരു ഓർഡർ പുതിയതായിട്ട് ഒരു ഓർഡർ നമ്മൾ പ്ലേസ് ചെയ്തിട്ട് നമുക്ക് ആ മെറ്റീരിയൽ കിട്ടാൻ മെറ്റീരിയലിൽ ദ റിക്വയർഡ് റീ ഓർഡർ പീരീഡ് ഈസ് എ ടൈം റിക്വയർഡ് ഫോർ ഗെറ്റിംഗ് ഫ്രഷ് സപ്ലൈ ഓഫ് മെറ്റീരിയൽ ഓൺ പ്ലേസിങ് ആൻ ഓർഡർ. ഓക്കെ, നമ്മളൊരു ഓർഡർ പ്ലേസ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ പുതിയ ഒരു മെറ്റീരിയൽ സപ്ലൈക്ക് വേണ്ടി ഫ്രഷ് സപ്ലൈ ഓഫ് ഡെലിവറിക്ക് വേണ്ടി നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്തതിന് ശേഷം ആ മെറ്റീരിയൽ നമുക്ക് ലഭിക്കാൻ എടുക്കുന്ന ആ ഒരു പർട്ടിക്കുലർ ടൈമിനെയാണ് നമ്മൾ റീ ഓർഡർ പീരീഡ് എന്നുകൊണ്ട്
ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ക്യാൻ ഓൾസോ ബി കോൾഡ് ലീഡ് ടൈം. ഇതിന് നമുക്ക് മറ്റൊരു പേര് പറയാൻ സാധിക്കും, ലീഡ് ടൈം. അപ്പോൾ ഒരു സപ്ലൈക്ക് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്തതിന് ശേഷം ആ മെറ്റീരിയൽ നമുക്ക് ലഭിക്കാൻ വേണ്ടി എടുക്കുന്ന ആ ഒരു ടൈം, ആ ടൈമിനെയാണ് നമ്മൾ റീ ഓർഡർ പീരീഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദ മേ ബി എ മിനിമം റീ ഓർഡർ പീരീഡ് ആൻഡ് മാക്സിമം റീ ഓർഡർ പീരീഡ്. സാധാരണഗതിയിൽ മിനിമം റീ ഓർഡർ പീരീഡ് എന്നും മാക്സിമം റീ ഓർഡർ പീരീഡ് എന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കും. ദീസ് മേ ബി ഇൻ ദ ടേംസ് ഓഫ് ഡേയ്സ്, വീക്സ് ഓർ മന്ത്. ഓക്കെ, സാധാരണഗതി റീ ഓർഡർ പീരീഡിനെ നമുക്ക് ഒന്നെങ്കിൽ ഒരു ഡേ എന്ന് പറയാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ വീക്സ്, ഓക്കെ, വീക്ക് എന്ന് പറയാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ മന്തായിട്ട് നമുക്ക് അതിനെ പറയാനായിട്ട് സാധിക്കും. Then the normal reorder period is the normal or average time is required for getting fresh supply. അപ്പം നോർമൽ റീഓർഡർ പീരീഡിനെ പറ്റി നമ്മൾ ഈ ഇക്വേഷനകത്ത് കണ്ടായിരുന്നു. അപ്പം നോർമൽ റീഓർഡർ പീരീഡ് എന്ന് പറയുമ്പോൾ ഓർത്തിരിക്കുക, സാധാരണഗതിയിൽ നമുക്കൊരു ഫ്രഷ് സപ്ലൈ ഓഫ് മെറ്റീരിയൽ കിട്ടാൻ വേണ്ടി നമുക്ക് എടുക്കുന്ന ആ ഒരു നോർമൽ ടൈമിനെയാണ് നമ്മൾ നോർമൽ റീഓർഡർ പീരീഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ദ കൺസെപ്റ്റ് ഓഫ് റീഓർഡർ പീരീഡ് ഈസ് ഈക്വൽ ടു ദ ടൈം റിക്വയർഡ് ഫോർ ഗെറ്റിംഗ് ദി ഫ്രഷ് സപ്ലൈ ഓഫ് മെറ്റീരിയൽ ഓൺ പ്ലേസിംഗ് ആൻഡ് ഓർഡർ. ഒരു ഓർഡർ പ്ലേസ് ചെയ്തിട്ട് നമുക്കൊരു ഫ്രഷ് ഡെലിവറി ഓഫ് സപ്ലൈ ഓഫ് മെറ്റീരിയൽ കിട്ടാൻ എടുക്കുന്ന ആ ഒരു കാലതാമസത്തെയാണ് നമ്മൾ റീഓർഡർ പീരീഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, then here the normal reorder period is equal to minimum reorder period plus maximum reorder period divided by 2. ഓക്കെ, നമ്മളൊരു മിനിമം ഒരു നോർമൽ റീഓർഡർ പീരീഡ് കണ്ടുപിടിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആവറേജ് റീഓർഡർ പീരീഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് ആവറേജ് റീഓർഡർ പീരീഡ് ഈസ് ഈക്വൽ ടു മിനിമം റീഓർഡർ പീരീഡ് പ്ലസ് മാക്സിമം റീഓർഡർ പീരീഡ് ഡിവൈഡഡ് ബൈ 2. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡിഫറൻറ്റ് സ്റ്റോക്ക് ലെവൽസിനെ പറ്റിയായിരുന്നു. ഒരു ഓർഗനൈസേഷനിൽ അതിൻ്റെ ഒരു മെറ്റീരിയൽ കൺട്രോളിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഓർഗനൈസേഷനിൽ ഒരു ഡിഫറൻറ്റ് സ്റ്റോക്ക് ലെവൽസ് മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, പ്രധാനമായിട്ടും 5 സ്റ്റോക്ക് ലെവൽസാണ് ഓർഗനൈസേഷനിൽ നമ്മൾ തയ്യാറാക്കുക. ഒന്ന് മിനിമം സ്റ്റോക്ക് ലെവൽ, ദെൻ മാക്സിമം സ്റ്റോക്ക് ലെവൽ, ദെൻ തേർഡ് വൺ റീഓർഡർ സ്റ്റോക്ക് ലെവൽ, ദെൻ ഫോർത്ത് വൺ ആവറേജ് സ്റ്റോക്ക് ലെവൽ, ദെൻ ലാസ്റ്റ് വൺ ഡേഞ്ചർ ലെവൽ. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മൊഡ്യൂൾ 2ൻ്റെ പാർട്ട് 2 ആയിരുന്നു. പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്ത കൺസെപ്റ്റ് എന്ന് പറയുന്നത് മെറ്റീരിയൽ കൺട്രോളിൻ്റെ രണ്ടാമത്തെ സ്റ്റേജ് സ്റ്റോഴ്സ് കൺട്രോളിനെ പറ്റിയായിരുന്നു പറഞ്ഞത്. സ്റ്റോഴ്സ് കൺട്രോൾ എന്താണ്, ഒരു സ്റ്റോർ കീപ്പർ എന്താണ്, ദെൻ സ്റ്റോർ കീപ്പറിൻ്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടീസ്, ടൈപ്പ് ഓഫ് സ്റ്റോഴ്സ്, സെൻട്രലൈസ്ഡ്, ഡീസെൻട്രലൈസ്ഡ്, സെൻട്രലൈസ്ഡ് വിത്ത് ഡീസെൻട്രലൈസ്ഡ് സ്റ്റോഴ്സ്. ദെൻ അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്ത കൺസെപ്റ്റ് ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ആയിരുന്നു. ഒരു ഓർഗനൈസേഷനിൽ ഒരു മെറ്റീരിയൽ പ്രൊക്യൂർ ചെയ്യുമ്പോൾ വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയൽ പോയിൻറ്റിനെയാണ് നമ്മൾ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ √2CO ഡിവൈഡഡ് ബൈ I. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട 2 പ്രോബ്ലവും നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്തു. ദെൻ അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്ത കൺസെപ്റ്റ് ആയിരുന്നു സ്റ്റോക്ക് ലെവൽ. ഓർഗനൈസേഷനിലെ ഒരു മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റി അത് പ്രോപ്പർ ആക്കുന്നതിന് വേണ്ടി നമ്മൾ പലതരത്തിലുള്ള സ്റ്റോക്ക് ലെവൽസുകൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട കൺസെപ്റ്റുകളാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു പാർട്ട് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.